ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സുകേഷ് കെ ദാസ്. ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഞാൻ സ്റ്റേ ചെയ്തിരിക്കുന്ന എൻ്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. നിങ്ങളുടെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ട്രെയിനറായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാലം ഞാൻ ഓഫ്ലൈനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഓൺലൈൻ സ്പേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഫെമിലിയർ ആയിരുന്നില്ല. ആ ഇടയ്ക്കാണ് കോവിഡ് എന്ന ഒരു പ്രോബ്ലം എല്ലാ ആൾക്കാരെ പോലെ തന്നെ വന്നു. ആ ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ എല്ലാ ഇൻഡസ്ട്രിയും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ആ ഒരു സമയത്താണ് ഞാനും സീരിയസ് ആയിട്ട് ചിന്തിച്ചു, ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് എങ്ങനെ ഓൺലൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായിട്ട് പല വീഡിയോസും ഞാൻ യൂട്യൂബിലൊക്കെ കാണാനിടയായി. പക്ഷെ അതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആ ഒരു സമയത്താണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് സിദ്ധാർത്ഥ രാജശേഖർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോച്ചിൻ്റെ വീഡിയോ കാണാൻ ഞാൻ ഇടയായി. വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ. ആ വീഡിയോ കണ്ട് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ രീതിയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡിജിറ്റൽ കോച്ചിങ് പഠിക്കണം, അദ്ദേഹത്തിന് മെൻറ്ററാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച സമയത്താണ് യാദൃശികമായിട്ടാണ് ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ആ വീഡിയോയിൽ സിദ്ധാർത്ഥ രാജശേഖറിൻ്റെ ഹോൾ ഓഫ് ഫെയിം, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് അതുവഴി സക്സസ് ആയ വ്യക്തികളുടെ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, സക്സസ് ആയ വ്യക്തികളുടെ വീഡിയോ അദ്ദേഹം ഇൻ്റർവ്യൂ രീതിയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കഡായ ഒരു കാര്യം, ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു കപ്പിൾസ് എന്ന് പറയുന്നത് അതൊരു മലയാളീസ് ആയിരുന്നു. വേറെ ആരുമല്ല, മിസ്റ്റർ ജയം പ്രഭാകരൻ അവരുടെ വൈഫ് കൂടെ ആയിരുന്നു. കാരണം എന്നെ ഒത്തിരി എക്സൈറ്റഡ് ആക്കിയ ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ ആരുമില്ല, വളരെ വളരെ കുറവാണ്. മാത്രമല്ല ഡിജിറ്റൽ കോച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് ഒരുവിധം ആൾക്കാരൊക്കെ അതിലേക്ക് പോകാൻ താല്പര്യം കൂടുതൽ കാണിക്കാതിരിക്കാൻ കാരണം ഒന്നാമത് ലാംഗ്വേജ് പ്രശ്നമാണ്. കൂടുതലും ചെയ്യുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെയാണ്. അതുകൊണ്ടാണ് മലയാളീസ് കൂടുതൽ അത് മാറി നിൽക്കുന്നത്. എന്നാൽ ഇവിടെ സ്ഥിതി നേരെ മറിച്ചാണ്. കേരളത്തിൽ തന്നെ ഒരു വ്യക്തി, അത് മലയാളത്തിൽ തന്നെ ഡിജിറ്റൽ കോച്ചിങ് ചെയ്തുകൊണ്ട് അതിൽ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടു, അതിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്തു. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യം കിട്ടി. ആ ഒരു സമയത്ത് തന്നെ ട്രിവാൻഡ്രത്ത് പോയി അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ വൈഫിനെ, രാഗി എന്നാണ് പേര്, രാഗി മേഡത്തെ ഞാൻ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അന്ന് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ മെൻറ്റർഷിപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന് 3 ലെവൽ കോഴ്സാണ് ഓൾറെഡി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തെ ലെവൽ ഒന്ന് സിൽവർ ലെവൽ, ഗോൾഡ് ലെവൽ ആൻഡ് ഡയമണ്ട് ലെവലാണ് വരുന്നത്. അങ്ങനെ സിൽവർ ലെവൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സിൽവർ ലെവൽ കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ മനസ്സിലായിരിക്കുന്നത്. കാരണം അത്രയും വലിയൊരു ലോകത്തിലാണ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത്, ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിജിറ്റൽ എന്ന വേർഡ് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇത് വളരെ സിമ്പിളാണ്. ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അത്രയ്ക്കും സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ കണ്ടിരിക്കുന്നത് ഡൗൺ ടു എർത്ത് ആണ്. രണ്ടാമത് മലയാളം ലാംഗ്വേജ് ആണ്. വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ലൈവ് പ്രോഗ്രാം കൂടിയാണ്, ലൈവ് വർക്ക്ഷോപ്പാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഫസ്റ്റ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത ലെവലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് മെമ്പർഷിപ്പിലേക്ക് ഞാൻ കടന്നപ്പോഴാണ് എന്താണ് എൻ്റെ ലൈഫിലെ പേർപ്പസ്, എനിക്ക് എന്തൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കൂടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അതിലെ ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ലെവൽ മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് നമുക്ക് ആർക്കും അറിയില്ല. രണ്ടാമത് ഈ ടൂൾസൊക്കെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും അദ്ദേഹം. കാരണം 1-2 മാസം കൊണ്ട് പഠിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് 10 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചെടുക്കാൻ പറ്റി. കാരണം ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ എൻ്റെ ഇപ്പോൾ ബിസിനസ്, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തന്നെ ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം വെറും 1 മാസം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിനുള്ള, കാരണം മിസ്റ്റർ ജയ്ക്കുള്ള, ഞാനത് ജയ് എന്നാണ് വിളിക്കുന്നത്, മിസ്റ്റർ ജയ്ക്കുള്ള എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലെവൽ കോഴ്സ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ 100% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ലെവൽ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കാൻ പോകുന്നത്.
കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചു. അതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡ്രീംസ്, ആ ഡ്രീംസൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മെൻറ്റർ ആവാൻ, അതായത് ജയൻ എൻ്റെ മെൻറ്റർ ആവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിന് ഞാൻ ജയനോട് ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.